അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 41ാം സംസ്ഥാന സമ്മേളനത്തിന് നാളെ കോട്ടയത്ത് തുടക്കമാകും. 8-ാം തീയതി വരെ കോട്ടയം മാമൻ മാപ്പിള ഹാളിലാണ് സമ്മേളനം നടക്കുക. ജൻസി വിദ്യാഭ്യാസ മുന്നേറ്റവും വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നേരിടുന്ന വെല്ലുവിളികളുടെ എല്ലാം സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ABVP സംസ്ഥാന അധ്യക്ഷൻ EU ഈശ്വരപ്രസാദ് ജനം ടിവിയോട് പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 41ാമത് സംസ്ഥാന സമ്മേളനത്തിന് തയ്യാറെടുക്കുകയാണ് അക്ഷരനഗരി. കോട്ടയത്ത് നാളെ മുതൽ 8-ാം തീയതി വരെയാണ് ABVPയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ, നയങ്ങൾ ഇവയൊക്കെ കൂടി സംസാരിക്കുന്നതിന് വേണ്ടി ABVP സംസ്ഥാന അധ്യക്ഷൻ EU ഈശ്വരപ്രസാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനിയുള്ള 3 ദിവസം എങ്ങനെയാണ് ABVPയുടെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കുന്നത്? എന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ? ABVPയുടെ ഈ 41ാം സംസ്ഥാന സമ്മേളനത്തിൽ കാലത്തിന് അനുസൃതമായിട്ടുള്ള വിഷയങ്ങൾ ABVPയുടെ 41ാം സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. നമുക്കറിയാം, വന്ദേമാതരത്തിൽ 150ാം വാർഷികം, അതേപോലെ ഭരണഘടനയുടെ 75ാം വാർഷികം, ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വിഷയങ്ങൾ, ജൻസി പോലെയുള്ള, ഇപ്പോൾ ജൻസി ദേശീയതയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ സർവകലാശാല ABVP വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു. അതെല്ലാം ചർച്ചയാകുന്ന തരത്തിലൊരു സമ്മേളനമായിരിക്കും ഇന്ന് അക്ഷരനഗരിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമ്മേളനം ഇവിടെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അക്ഷരനഗരിയിൽ ABVPയുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് ഈ ഭാരതത്തിലെ മുഴുവൻ ദേശീയ വിദ്യാർത്ഥി ശക്തിയെയും ഈ കേരളത്തിലെ പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വഴികാട്ടിയാവുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ എത്തരം പരിവർത്തനം ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനമായിട്ട് ഈ സംസ്ഥാന സമ്മേളനം മാറുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ ABVPയുടെ ഇടപെടലുകൾ പുരോഗമനപരമായിട്ടുള്ള പല രീതികൾക്കും സമീപം കുറിച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ എന്തൊക്കെയായിരിക്കും? സാക്ഷര കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുന്ന നയങ്ങളാണ് ഇടത് വലത് സർക്കാരുകൾ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഭാരതത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് കുതിക്കുന്നത് പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും മുന്നോട്ട് കുതിക്കണം. ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നത് അവസാനിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കാലാനുസൃതമായ വിദ്യാഭ്യാസ പരിഷ്കരണം ഉണ്ടാക്കിക്കൊണ്ടുള്ള PM ശ്രീ പോലെയുള്ള പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്, അതേപോലെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സ്കിൽ ഡെവലപ്മെൻറ്റ് പോലെയുള്ള അത്തരത്തിൽ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാട് കൂടിയിട്ട് അക്കാദമിക് രംഗത്തെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ABVP വരും വർഷങ്ങളിൽ പ്രവർത്തിക്കും. അത് കേരളത്തിലും പല ആയാംഗതിവിധി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ABVP മുന്നോട്ട് പോകും. 3 ദിവസമായുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രമുഖർ ആരൊക്കെയാണ്? ഈ വന്ദേമാതരം 150ാം വർഷവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പ്രജ്ഞാപ്രഭാവ്, ജയനന്ദേട്ടൻ ഉൾപ്പെടെയുള്ള പ്രഭാഷകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് മേജർ രവി, അത്തരത്തിൽ ABVPയുടെ ദേശീയ കാര്യകർത്താവ് നാഷണൽ സെക്രട്ടറി ശ്രാവൺ ബിരാജ്, ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബാലകൃഷ്ണ ഉൾപ്പെടെയുള്ള വിവിധ ദേശീയ ചുമതലപ്പെട്ട കാര്യകർത്താക്കളും അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള പ്രഭാഷകരും ഈ സമ്മേളനത്തിൻ്റെ ഭാഗം, വിദ്യാഭ്യാസ വിചക്ഷണ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകും. സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സഹായകമാകുന്ന നയങ്ങൾ രൂപീകരിക്കുന്നതിന് ഈ സംസ്ഥാന സമ്മേളനം കൃത്യമായ പങ്കുവഹിക്കും എന്നുള്ളതാണ് ABVP സംസ്ഥാന അധ്യക്ഷൻ EU ഈശ്വരപ്രസാദ് പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.